സർ, നമുക്കറിയാം കേരളത്തിന്റെ നല്ലൊരു വിഭാഗം ആളുകളും പ്രവാസികളാണ്. പ്രവാസ പണം കൊണ്ട് കേരളം വികസിച്ച അല്ലെങ്കിൽ കരക്കടുപ്പിച്ച ചില കുടുംബങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ, ബിസിനസ്സുകളൊക്കെ കേരളത്തിലുണ്ട്. ആ രീതിയിൽ കേരളം തഴച്ചു വളർന്നിട്ടുമുണ്ട്. വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുമുണ്ട്. അതൊരു വലിയ യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്, പ്രത്യേകിച്ച് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ. ബഹ്റൈനും ഖത്തറും ഒക്കെ നേരിട്ടതിനേക്കാൾ വലിയ ഭീഷണി ദുബായ് ഉൾപ്പെടെ നേരിട്ടിരുന്നു. ബുർജ് ഖലീഫ ഒഴിപ്പിച്ചത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇങ്ങനെയിരിക്കെ ഇത്രയേറെ അല്ലെങ്കിൽ പ്രവാസി പണം കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നിട്ട് കൂടി കേരളം എന്തുകൊണ്ട് UAE പോലെയുള്ള രാജ്യങ്ങളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടായിരിക്കാം ഇറാന് വേണ്ടി ഇത്തരത്തിൽ ചുക്കാൻ പിടിക്കുന്നത്? അതായത് ഇറാനിൽ പണിയെടുക്കുന്ന എത്ര പേരുണ്ടോ അതിന്റെ എത്രയോ ഇരട്ടി ആൾക്കാരാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിൽ പണിയെടുക്കുന്നത്. അതായത് ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന UAE, യിലെ 7 എമിറേറ്റ്സുകൾ, അതുകൂടാതെ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ അടക്കം 12 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് ഇറാൻ ഒറ്റയടിക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ അമേരിക്കൻ ബേസുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നീട് അമേരിക്കൻ ബേസുകൾക്ക് പുറത്ത് സ്കൂളുകളും ആശുപത്രികളും അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എന്താണ് കാരണം? മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ, ഇറാൻ മറ്റൊരു മുസ്ലിം രാജ്യം, അപ്പോൾ ഒരു മുസ്ലിം രാജ്യം 12 മുസ്ലിം രാജ്യങ്ങളെ കാരണമില്ലാതെ കടന്നാക്രമിക്കുന്നു. ഈ പറഞ്ഞ 12 മുസ്ലിം രാജ്യങ്ങളും ഇറാനുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, ഇറാനിലേക്ക് ആയുധങ്ങൾ അയച്ചിട്ടുമില്ല, ഒരു റോക്കറ്റും അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സംഭവം ആര് തമ്മിലാണ്? ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നത് സ്വന്തം മതത്തിൽപ്പെട്ട 12 രാജ്യങ്ങളിലേക്കാണ്. ഇതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതിനാദ്യം ഇറാൻ പറഞ്ഞ യുക്തി അവിടെയൊക്കെ അമേരിക്കയ്ക്ക് സൈനിക ബേസുകൾ സ്ഥാപിക്കാൻ വേണ്ട പിന്തുണ കൊടുത്തു, അതുകൊണ്ട് ഞങ്ങൾ ആ അമേരിക്കൻ സൈനിക ബേസുകളെ ആക്രമിക്കുന്നു എന്നാണ്. ഇപ്പൊ അതും കഴിഞ്ഞ് ജനങ്ങളെ ആക്രമിക്കുകയാണ്. അതായത് മറ്റ് 12 മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നു. നമ്മളെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, മലയാളികൾ ഏതാണ്ട് 1 കോടിയോളം അല്ലെങ്കിൽ ഏതാണ്ട് 70 ലക്ഷം 60 ലക്ഷം ആൾക്കാര് നേരിട്ട് പണിയെടുക്കുന്ന 12 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത എവിടെയുണ്ട്? 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങൾ എന്താണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളിക്ക് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ ഈ പറഞ്ഞ 12 ആക്രമിക്കപ്പെടുന്ന, ഇറാന്റെ ആക്രമണ ഭീഷണി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 12 ഇസ്ലാമിക രാജ്യങ്ങൾ, അവിടെ മലയാളി പോയി പണിയെടുത്ത് പണമുണ്ടാക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കേണ്ട, അതിന് പിന്തുണ കൊടുക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും മലയാളിക്കുള്ളതാണ്. പക്ഷേ ഒരു മലയാളി അനങ്ങുന്നില്ലെന്നുള്ളതാണ്. അതായത് ഞങ്ങള് ഇറാന്റെ ബോംബ് വീണ് അല്ലെങ്കിൽ മിസൈല് പതിച്ച് ചത്താലും കുഴപ്പമില്ല, ഞങ്ങൾ ഇറാന്റെ കൂടെയാണ്, ഞങ്ങളെ കൊല്ലുന്നവന്റെ കൂടെയാണ് എന്ന് പറയാതെ പറയുന്ന ഒരു മാനസികാവസ്ഥ. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? ഇതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. മതപ്രീണനം തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമല്ല. നമുക്ക് നോക്കാം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് നികുതി പണമായിട്ട് പിരിഞ്ഞു കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന പ്രവാസികൾ നമ്മളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് നികുതി പണമല്ല, പ്രവാസി പണമാണ്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ആ വരുമാനം തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 17% വരുന്നത് കൊല്ലം ജില്ല, 16% വരുന്നത് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ പ്രവാസി പണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്നത് കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല. ഇങ്ങനെ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. അതായത് കണ്ണടച്ച് നമുക്ക് ആരെയും പിന്താങ്ങേണ്ട കാര്യമില്ല. മിഡിൽ ഈസ്റ്റിലെ 12 രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പണം കേരള ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതി പണത്തെക്കാൾ കൂടുതലാണെന്നും കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ 25%-ലധികമാണെന്നും കണക്കുകൾ വ്യക്തമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാന്റെ നിലപാടിനെ അപലപിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. പക്ഷെ ഇതൊന്നും
ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊന്നും ചർച്ചാ വിഷയമാവുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഇത്രയുമാണ്. കേരളത്തില് എല്ലാ ചിന്തകളും, എല്ലാ ചർച്ചകളും, എല്ലാ രാഷ്ട്രീയ നിലപാടുകളും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. തീവ്ര ഇസ്ലാമിക നിലപാടുകൾ എടുത്തുകൊണ്ട് ചുറ്റുമുള്ളവരെ മാരകമായി കൊന്നൊടുക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ആരാണെങ്കിലും അവരെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും വന്നുകൂടിയിരിക്കുന്നു. അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ പിടിയിൽ അകപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളം മാറിയത്. ഇവിടുത്തെ ഇടത് വലത് മുന്നണികളും അതിലെ ഘടകകക്ഷികളും ഇവിടുത്തെ ചാനലുകളും പത്രമാധ്യമങ്ങളും ഇവരെല്ലാവരും ഈ ഭീകരവാദത്തിന്റെ ഇരകളാണ്. കാരണം അവരുടെ കൈപ്പിടിയിലാണ്. അതായത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായി പിടികൂടിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, LDFും UDFും അതിലെ ഘടകകക്ഷികൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായും ഭീകരവാദത്തോട് സന്ധി ചെയ്ത് വോട്ട് ബാങ്കിനെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, ഇവിടുത്തെ ചാനലുകൾ, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ചിന്തകന്മാർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ ഇവരെല്ലാം തന്നെ ഈ ഭീകരവാദത്തിന്റെ ഇരകളായി മാറിയിരിക്കുന്നു. ഇത്രയും ലജ്ജാകരവും ഇത്രയും നാണം കെട്ടതുമായ ഒരവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഇതാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് പണം തരുന്നവന്റെ അടിമയായി തീരാൻ, അല്ലെങ്കിൽ ജീവസന്ധാരണത്തിനുള്ള ഏതെങ്കിലും ഒരു കാര്യം മുടക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ അവന്റെ മുമ്പിൽ മുട്ടുകാലിൽ ഇഴയാൻ മടിയില്ലാത്ത, അഭിമാനം നഷ്ടപ്പെട്ട ഒരു ജനതയായി മലയാളി മാറി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ദുരവസ്ഥ ഇന്ന് പേറേണ്ടി വരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ വിദേശത്ത് നിന്നുള്ള പണത്തിന്റെ വരവ് നിലച്ചാൽ ഇവർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുരസ്കാരങ്ങളും വലിയ ശമ്പളവും അതുപോലെ പരസ്യത്തിന്റെ വരുമാനവും ഇതെല്ലാം നിലയ്ക്കും. ഇറാനെ പോലെയുള്ള ഒരു രാഷ്ട്രത്തെ കയറൂരി വിട്ട് അവര് ഗൾഫ് മേഖലയെ അപ്പാടെ ചുട്ടു ചാമ്പലാക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ളത് മലയാളിക്കാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ്. ഇതെന്നാണ് ഇവർക്ക് മനസ്സിലാവുക എന്ന ചോദ്യമാണ് മലയാളി കൃത്യമായിട്ടും ഉയർത്തേണ്ട ചോദ്യം. സാർ പറഞ്ഞതുപോലെ പ്രവാസികളെ സംരക്ഷിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന അത്തരത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഒക്കെ പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുകയുമാണ് കൂട്ടർ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇരട്ട നിലപാടുകളുള്ള, ഇരട്ടത്താപ്പുള്ള നയമാണ് ഇറാൻ US ഇസ്രയേൽ സംഘർഷത്തിലുടനീളം കേരള സർക്കാരും കേരളത്തിലെ ചില ആളുകളും എടുക്കുന്നത് എന്നതാണ് ഖേദകരം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.